മലയാള സിനിമാ ലോകത്ത് നടനായും സംവിധായകനായും തന്റേതായി ഇടം നേടിയ വ്യക്തിത്വമാണ് ശ്രീകുമാറിൻ്റേത്. 1966 മുതൽ സിനിമാ രംഗത്ത് സജീവമാണ്. 150-ലധികം സിനിമകളിൽ അഭിനയിച്ച ശ്രീകുമാർ തിരക്കഥാകൃത്തും നിർമ്മാതാവായും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീകുമാർ ഇപ്പോഴിതാ മമ്മൂട്ടിയെക്കുറിച്ചും ഉണ്ണിമുകുന്ദനുമായ തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ്. മൂവി വേൾഡ് മീഡിയയ്ക്ക് നല്ല അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അടൂർ സാർ വിളിക്കുന്നത്. മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടം പദയാത്ര. കെ.വി. മോഹൻകുമാറിന്റെ നോവലിനെ ബേസ് ചെയ്തുള്ള സ്ക്രിപ്റ്റ്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അതിൽ തോട്ടത്തിൽ ഗോവിന്ദൻ നായർ എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. അഭിനയ മുഹൂർത്തങ്ങൾ ഉള്ള റോളായിരുന്നു അത്. എന്നോട് ആരും കഥയൊന്നും പറഞ്ഞില്ല. എനിക്ക് അഭിനയിക്കാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എന്നോട് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായി എനിക്ക് അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞില്ല. മമ്മൂട്ടി വളരെ നല്ല റോളാണ്. അടുത്ത നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ള റോളാണ് അത് ചിത്രത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹം ചൊരിയുന്ന നടക്കുന്ന ആളുടെ റോൾ ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാൻ പ്രൊഡ്യൂസർ ചേരാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയായിരുന്നു എന്നറിയാൻ കഴിഞ്ഞത്. ആ സ്ക്രിപ്റ്റ് അകത്ത് എന്തെങ്കിലും കാണുമല്ലോ. ആ പ്രൊഡക്ഷനിൽ പോയി അഭിനയിച്ചത് പലതും അറിഞ്ഞതാണ്. സംവിധായകൻ എന്താണ് വേണ്ടതെന്ന് കൃത്യമായി കൊടുക്കും. പ്രൊഡക്ഷൻ ഡിസൈനർ എന്താണെന്ന് നമുക്കറിയാം. അന്ന് ഉണ്ണിമുകുന്ദൻ തിരക്കഥ കൊടുത്തയക്കണമെന്ന് ആവശ്യപ്പെട്ടത് എനിക്ക് ദുഃഖം ഉണ്ടാക്കിയിട്ടില്ല. എന്തിനാണ് ഞാൻ ദുഃഖിക്കുന്നത്? അത് അയാളുടെ വിവരക്കേട്. പിന്നെ അനാദരവ് തോന്നിയില്ലേ? എന്നേക്കാൾ എത്രയോ ശേഷം സിനിമയിൽ വന്ന ആളാണ് ഞാൻ. 1966-ൽ വന്നയാളാണ്. അയാൾ ഇപ്പോഴാണ് വന്നത്. വളരെയധികം വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചവരുമാണ്. വളരെ കാര്യത്തിൽ നടന്ന ആളാണ്. വിജയരാഘവൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കഥ വായിച്ച് കേൾപ്പിക്കാമെന്ന് സമ്മതിച്ചത്. തിരുവനന്തപുരത്ത് വരുമ്പോൾ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്താണ് ശബരിമലയുടെ ആ സിനിമ മാളികപ്പുറം നല്ല രീതിയിൽ സക്സസ് ആയത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, "എനിക്കങ്ങോട്ട് വരാൻ ടൈമില്ല. ഞാൻ ഒരാളെ അങ്ങോട്ട് വിടാൻ സ്ക്രിപ്റ്റ് കൊടുത്തയക്കുന്നു." ഇത്രയും വർഷം കുത്തിയിരുന്ന് ഉണ്ടാക്കിയതാണ്. ആരെങ്കിലും വരുമ്പോൾ എടുത്ത് കൊടുക്കാനുള്ളതാണോ? ആ മര്യാദ അയാൾക്ക് തോന്നിയില്ല. എനിക്കതിൽ ദുഃഖമില്ല, വിഷമവുമില്ലേ. പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും ആവരുത്. എന്താണ് ഇങ്ങനെയൊക്കെ പുതുതലമുറയുടെ പ്രശ്നം? പണ്ടൊക്കെ സീനിയേഴ്സിന് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്.